അതാ നമ്മൾ സൗമ്യ ടീച്ചറിൻ്റെ വീട്ടിലെത്തിയേക്കുവാണ്. നമ്മൾ നാളെ മൂന്നാർ പോയതിൻ്റെ പ്രിപ്പറേഷനാണ് ഗൈസ്. നാളെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് രാത്രി 12 മണിക്ക് ശേഷമാണ് നമുക്ക് കൊല്ലത്ത് നിന്ന് ബസ്സുള്ളത്. അപ്പോൾ ഇവർ ഒരുമിച്ച് കൊല്ലത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് ടീച്ചർ പറഞ്ഞത് കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാഫ് ടൂർ വന്ന ഒരു നമ്മുടെ മാംഗ്രൂവ് മറ്റേ സൈഡ് എൻ്റെ വീടിൻ്റെ ബാക്കിലാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഞാനും സൗമ്യ ടീച്ചറിൻ്റെ മക്കളും മദറിലെയും കൂടെ പോവുകയാണ്. നല്ല തണുപ്പുള്ളൊരു ഏരിയ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ മക്കളെന്നെ കൊണ്ടുപോവാണ്. കായലിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ, നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കൂടെ സൗമ്യടീച്ചൻ്റെ മദറിലോ വന്ന് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിലും പണ്ട് കാലത്ത് ആളുകളും ബഹളമൊക്കെ ആയിരുന്നു ഇത്രയും. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇവിടെ പിന്നെ ഈ വഴിയും റോഡും ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും വന്ന് നിന്ന് കുളിക്കുകയും എടുക്കുകയും ഉണക്കത്ത് വന്ന് ഇവിടെ ഈ പഞ്ചായത്ത് കുളം അന്നൊരു ഇത്തിരി കൂടെ വലുതായിരുന്നു പഞ്ചായത്ത് കുളം. ഇവിടെ ഒന്നുമാണ് കുളിയും നനപ്പും എല്ലാം. പിന്നെ അപ്പുറത്തൊരു വെറ്റക്കൊടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മാറിപ്പോയി. ഞാൻ വർഷങ്ങളായി ഈ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് തന്നെ. ഇപ്പോൾ എല്ലാം ഇവിടെയൊക്കെ ടൗണായി. ഇപ്പോൾ കാടും കയറി മരങ്ങളും ഒക്കെ വലുതായി. ഇപ്പോൾ ആരും വന്ന് കുളിക്കത്തില്ല, എടുക്കത്തില്ല. ഇപ്പം എല്ലാവരും അവരോട് വീട്ടിൽ മാത്രമേ എല്ലാവരെയും വീട്ടുകളിൽ പൈപ്പായി. വെള്ളവും ഇല്ല. അങ്ങനെ ഉണക്ക സമയമാകുമ്പോൾ ഇവിടെ അങ്ങ് തിരക്കാണ് കുളിയുടെ. നനപ്പും കുളിയല്ല. ഈ കായലിൻ്റെ അപ്പുറത്ത് പുള്ളിച്ചിറ പള്ളിയും വയ്യനാടും ഒക്കെയാണ്. ഇപ്പോൾ ഈ കുളത്തിൽ അമീബയുടെ സാമീപ്യം ഉള്ളതുകൊണ്ട് മറ്റാരും ആ ഭാഗത്തോട്ട് വരാറില്ല. സോ മൂന്നാറിൻ്റെ വിശേഷങ്ങൾ വരുന്ന വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.